ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവരാതം. ഒട്ടും സ്റ്റൈല്. കേരളത്തിലെ ഒരു തെക്കൻ ജില്ലയിൽ നടന്ന കഥ. സ്റ്റാറിംഗ് കൊണ്ടേട്ടൻ ആസ് ലാബേഷ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ. ദി ഫാമിലി സ്റ്റാർ. അപ്പൊ പടം തുടങ്ങുന്ന തന്നെ ഉള്ളി വാങ്ങാൻ വേണ്ടി കവച്ച് ചാടി പോകുന്ന കൊണ്ടേ കാണിച്ചിട്ടാണ്. ഈ പോക്കൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യ ഉള്ളി കൊണ്ടയുടെ ചാക്കിലാവും വീഴുക എന്ന്. പക്ഷേ ഉള്ളിയുടെ കേസായതുകൊണ്ട് ഒരമ്മാവൻ അവിടെ നേരത്തെ സ്ഥാനം പിടിച്ചിരുന്നു. ഈ ഉള്ളി കിട്ടിയിട്ട് വേണം പോയി ഉള്ളിക്കറി ഉണ്ടാക്കാൻ. വഴി തെറ്റിയ ആംഗ്ലമാരുള്ള ഒരു കൊച്ചനുജൻ അവന്റെ 11 പേരടങ്ങുന്ന കൂട്ടുകുടുംബത്തെ തീറ്റി പോറ്റുന്നതാണ് ഈ പടത്തിന്റെ ബേസിക് പ്ലോട്ട്. അതുകൊണ്ട് തന്നെ കൊണ്ടേട്ടന്റെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സ്കിൽസ് ഇന്നത്തെ യുവതലമുറ അറിഞ്ഞിരിക്കേണ്ടതാണ്. വീട്ടിൽ ദോശ ചുടുന്നതിൽ വരെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ദോശമാവ് പരത്തുന്ന പോലെ ആക്ഷൻ കാണിച്ച് ദോശ VFX ഉണ്ടാക്കി പിള്ളേരെ പറ്റിച്ച് ഗ്യാസും ദോശമാവും ലാഭിക്കും. ലാഭിക്കാം നമുക്ക്. 75 കിലോമീറ്റർ മൈലേജുള്ള പാഷൻ പ്ലസ് ബൈക്ക് തുഴഞ്ഞു പോവും. കുറച്ചുകൂടെ സ്പീഡ് വേണേൽ വല്ല വണ്ടിയിലും പിടിച്ചങ്ങ് പോകും. ഇനി വല്ലപ്പോഴും ഇതിനൊന്ന് പെട്രോൾ പമ്പ് കാണിച്ചാൽ 23 രൂപയ്ക്ക് അതിന് ചുണ്ടൊന്ന് നനച്ചു കൊടുക്കും. ലിഫ്റ്റും എസ്കലേറ്ററും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഉപയോഗിക്കാതെ സ്റ്റെപ്പ് കയറി പോകും. ജിമ്മിന്റെ പൈസ ലാഭം. ഒരു ഫുള്ള് സ്കെയിൽ വെച്ച് 30 കട്ടകളൊക്കെ അളന്ന് ഒരു മാസം മൊത്തം സേവിക്കും. വെറും 3 ആളെ വെച്ച് പോകാൻ പറ്റുന്ന ഓട്ടോയിൽ 9 ആളെ വെച്ച് പോകും. ജസ്റ്റ് ഫ്യൂരി തിങ്സ്. അതേ ഗൈസ്, 10 രൂപയുടെ പ്ലെയിൻ ഗ്ലാസ് വാങ്ങി അതിൽ മാർക്കർ വെച്ച് കറപ്പടിച്ച് കൂളിംഗ് ഗ്ലാസ് ആക്കുന്ന ലെവൽ ഫ്യൂരി തരം. ഈ ഫ്യൂരിയസം ഇങ്ങനെയുടെ പ്രൊഫഷണൽ വരെയുണ്ട്. ഈ സിനിമയിൽ കൊണ്ടേട്ടൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഇവൻ ചെയ്യുന്ന പ്രൊജക്ട് ആണെങ്കിലോ 600 സ്ക്വയർ ഫീറ്റിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത്. ഉടനെ തന്നെ കൊണ്ടേട്ടൻ 600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉള്ള ഒരു വീടുണ്ടാക്കി കൊടുക്കും. അതും 70 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം കുത്തിത്തിരികിട്ട്. 70 സ്ക്വയർ ഫീറ്റില് 2 ബെഡ്റൂം. അതായത് ഡോർ തുറന്ന് നേരെ വീഴുന്നത് ബെഡിലേക്ക്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നാട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം കൊണ്ടേട്ടനെ കണ്ടാൽ നെയ്ച്ചോറിന്റെ ഒപ്പം കൊണ്ടാട്ടം കിട്ടിയ ഒരു ഫീലാ, ഒരു ആർത്തി. അത് ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, അങ്ങ് അമേരിക്കയിലെ ലേഡീസിന് വരെ ഇതേ ആർത്തിയാണ്. പെൺപിള്ളേർക്കൊക്കെ നിന്നെ മതി. നിന്നെ എങ്ങനെയാ ഇങ്ങനെ മാത്രം അവര് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്ന? അങ്ങനെ കുറെ ഫ്യൂരി തരവുമായി കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാവും. ഉപ്പുമാവിൽ മാങ്ങിയില്ലെന്ന് പറഞ്ഞ് ഒരു ഹോട്ടൽ അടിച്ചു പൊളിക്കും. മാൽബറോക്ക് വില കൂടിയതിൽ പ്രതിഷേധിച്ച് ഒരു മാർബിൾ കട അടിച്ചു പൊളിക്കും. ഈ സമയത്താവും കൊണ്ടേട്ടന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഒരു പെണ്ണ് വന്ന് താമസമാക്കുന്നത്. പിന്നീട് അവർ തമ്മിലുള്ള കുറെ ക്രിഞ്ച് കോൺവെർസേഷൻസ്. ആ എന്നെങ്കിൽ കൊണ്ടത് എന്റെ ഹൃദയത്തിലാണ്. അത് എന്നെ പൊട്ടി താക്കിച്ച് കാറ്റിലെ പറക്ക വെച്ചത്. ഇതെല്ലാം നടക്കുന്ന ഞാൻ നിനക്കല്ലേ എന്നെ കണ്ണു മുന്നാടി നടന്നു കിട്ടിരിച്ച് ഞാൻ അപ്പവേ ഡിസൈഡ് പണിട്ടെ അവതായൻ ലൈഫ് പാർട്ണർ. യെസ് ഗൈസ്, അവർ തമ്മിൽ സെറ്റ് ആവും. പെൺപിള്ളേർക്കൊക്കെ നിന്നെ മതി. പക്ഷെ വൈകിയ വേളയിലാണ് കൊണ്ടയ്ക്ക് അത് മനസ്സിലാവുക. അവൾ വന്ന ആ വീടിന്റെ മുകളിൽ താമസിച്ചത് കൊണ്ടേട്ടന്റെ വിചിത്ര ജീവിതത്തെ പറ്റി ഒരു പുസ്തകം എഴുതാനാണ്. പുസ്തകത്തിന്റെ പേര് ദ ഫ്യൂരി. ആ ബുക്കിൽ കൊണ്ടയുടെ ഫ്യൂരിത്തരം മൊത്തം വിവരിച്ച് എഴുതിയിട്ടുണ്ടാവും. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാത്തത് മുതൽ ബൈക്കിന് പെട്രോൾ കൊടുക്കാതെ പീഡിപ്പിക്കുന്നത് വരെ അതിൽ എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് പകുതി വായിച്ചപ്പോൾ തന്നെ കൊണ്ടയ്ക്ക് കാര്യം പിടികിട്ടി. അവൾ എന്നെ തേച്ചതാണെന്ന്. അതിൽ ദേഷ്യം വന്ന കൊണ്ട അവളുമായി ബ്രേക്കപ്പായി റിവെഞ്ച് എടുക്കാൻ വേണ്ടി പടയപ്പയാവുകയാണ്. അതായത് ഒരൊറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാവുകയാണ്. കൊണ്ട നേരെ ഒരു കമ്പനിയിൽ പോയി കൊണ്ടയുടെ 600 സ്ക്വയർ ഫീറ്റിലെ 3 ബെഡ്റൂം കഥയൊക്കെ പറഞ്ഞ് ജോലി വാങ്ങിക്കും. ആ കമ്പനി ആണെങ്കിലോ 2 വർഷത്തെ ശമ്പളം അഡ്വാൻസ് വാങ്ങി കൊടുക്കും. 2 years salary advance വേണം സർ. പിന്നെ അമേരിക്കയിലെ ഒരു പ്രൊജക്ടിന്റെ മാനേജർ ആക്കും കൊണ്ടയെ. മാത്രമല്ല ആ പ്രൊജക്ടിന്റെ ഷെയർ 10 കോടി രൂപയും കൊണ്ടയ്ക്ക് കൊടുക്കും. അഡ്വാൻസ് 10 crores. അത് ഇത് കമ്പനിയാടാ. 10 കോടി മാത്രമല്ല 2 വർഷത്തെ ശമ്പളം അഡ്വാൻസ്. ഇവിടെ ഓരോരുത്തർക്ക് ശമ്പളം കിട്ടിയിട്ട് തന്നെ 2 വർഷമായി. അപ്പോഴാ സോ ഗൈസ്, ഈ കിട്ടിയ പൈസ കൊണ്ട് കൊണ്ട അവളെ കാണിക്കാൻ വേണ്ടി പുതിയ മോഡൽ ഐഫോൺ വാങ്ങും. പുതിയ ബൈക്ക് വാങ്ങും. പിള്ളേർക്കൊക്കെ നല്ല ഫുഡ്, വീട്ടുകാർക്കൊക്കെ മാലയൊക്കെ വാങ്ങിയിട്ട് അവളെ കാണിച്ചു കൊടുക്കും. പക്ഷെ പിന്നീടാണ് കൊണ്ടയ്ക്ക് മനസ്സിലാവുന്നത് കൊണ്ട പണിക്ക് കയറിയത് മൃണാളിന്റെ അച്ഛന്റെ കമ്പനിയിലാണ്. അതായത് മൃണാൾ അവിടുത്തെ CEO. അങ്ങനെ ഒരു സംഭവം.
അങ്ങനെ അമേരിക്കയിലെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടയും മൃണാളും അങ്ങോട്ട് പോകും. 600 സ്ക്വയർ ഫീറ്റിലെ 3 ബെഡ്റൂം പോലെ തന്നെ അമേരിക്കയിലും കൊണ്ടയുടെ ഒരു വെറൈറ്റി ഐഡിയ ആണ്. അതെന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലെ തെരുവോരങ്ങളിൽ ഇന്ത്യൻ സ്റ്റൈൽ വീടുകൾ വിത്ത് പശുത്തൊഴുത്ത് ആൻഡ് ചാണകക്കുഴി. തൊഴുവത്തിലെ പശു. Hey there, I'm your new neighbor. You do not get to be in my neighborhood. Tylko jedno w głowie mam, koksu 5 gram, odleć. അങ്ങനെ അവർ ആ പ്രൊജക്ട് തുടങ്ങും. ഈ പ്രൊജക്ട് നടത്തുന്ന സമയം മൊത്തം കൊണ്ട മൃണുവിനെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ സമയത്താണ് ഒരു വൺ റിച്ച് ചെറുക്കം വന്ന് മൃണുവിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അത് കൊണ്ടയ്ക്ക് ഇഷ്ടമാവില്ല. കൊണ്ടേട്ടൻ തട്ടിക്കയറും. ഇവളെ ഞാൻ മാത്രം ഡിസ്റ്റർബ് ചെയ്താൽ മതി, അങ്ങനെ പുറത്തു നിർത്തും വന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവിടെ വൻ അടിയാവും. Oh my gosh, is that a Porsche? അപ്പോഴേക്കും അവിടേക്ക് പോലീസ് വരും. പോലീസിനെ കണ്ടതും ആ ചെക്കന്മാർ വണ്ടി എടുത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടും. അതേ ഗൈസ്, കൊണ്ടയ്ക്കും മൃണുവിനും ഇപ്പോഴും ചെറിയൊരു റൊമാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈഗോ കാരണം അങ്ങോട്ട് പറയാൻ പറ്റാത്തതാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ പ്രൊജക്ട് കംപ്ലീറ്റ് ആവും. എല്ലാവരും ബാക്ക് ടു ഇന്ത്യ. പ്രൊജക്ട് ചെയ്യാൻ അവസരം തന്നതിനും 10 കോടി ഷെയർ തന്നതിനും ഒക്കെ നന്ദി പറയാൻ കൊണ്ട മൃണുവിന്റെ ഡാഡിയുടെ അടുത്ത് പോകും. അപ്പോഴാണ് ഡാഡി ആ സത്യങ്ങളൊക്കെ പറയുന്നത്. മോനെ കൊണ്ടേ, നീ എന്നോടല്ല നന്ദി പറയേണ്ടത്, മൃണുവിനോടാണ്. അവളാണ് നിനക്ക് ഈ പണിയെല്ലാം തന്നത്. മാത്രമല്ല നീ ആ ബുക്ക് മുഴുവൻ വായിച്ചിരുന്നിൽ നീ അവളോട് ഇങ്ങനൊന്നും പെരുമാറില്ല എന്നും പറയും. അപ്പൊ ഇത് സംഭവം എന്താന്ന് വെച്ചാൽ കൊണ്ടയ്ക്ക് ബുക്ക് കിട്ടിയത് ഒരു രാത്രി സമയത്താണ്. ആദ്യത്തെ 2 പേജ് വായിച്ചപ്പോഴേക്കും കറണ്ട് ബില്ല് കൂടുമെന്ന ഭയം കൊണ്ട് കൊണ്ട ലൈറ്റ് ഓഫ് ചെയ്ത് ബുക്ക് അടച്ചു വെച്ച് കിടന്നുറങ്ങും. ഗൈസ്, ശരിക്കും ആ പാവം പെൺകുട്ടി ആ പുസ്തകത്തിന്റെ അവസാന പേജുകളിൽ എഴുതിയത് എന്താന്ന് വെച്ചാൽ, പിശുക്ക് ജീവിക്കുന്ന ഫ്യൂരി, നീ ഒരു സൂപ്പർ ഹീറോ ആണെന്നാണ്. വായിച്ചിട്ട് വിമർശിക്കും സുഹൃത്തെ. ഇതറിഞ്ഞതും കൊണ്ടേട്ടൻ മൃണുവിനെ വിളിച്ച് പാച്ചപ്പ് ആവാൻ ശ്രമിക്കും. അപ്പോഴാണ് മറ്റൊരു ടെസ്റ്റ്. ഫോണിൽ ബാലൻസ് ഇല്ല. അത് മാത്രമല്ല, അന്ന് കൊണ്ട ഒരു ചെക്കനെ അടിച്ചില്ലേ, അവൻ പോലീസിനെ കണ്ട് പേടിച്ചോടിയപ്പോൾ കാർ ഒരു മരത്തിലടിച്ച് അവൻ കോമയിലാവും. ഈ ബോണറ്റ് തുറന്നു വെക്കാനാണെങ്കിൽ ഇവന്മാർക്ക് ആ പോർഷെ തന്നെ ഉപയോഗിക്കായിരുന്നില്ലേ. പിന്നെ സ്ഥിര സംഭവം തന്നെ, അവന്റെ അപ്പാപ്പൻ ഒരു വലിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. കരയോഗം പ്രസിഡന്റ് TPV കുറുപ്പ് നാട്ടിലെ പ്രമാണിയാണ്. അയാൾ കോമയിൽ കിടക്കുന്ന കൊച്ചുമോനെ നോക്കാനും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും നമ്മുടെ മൃണുവിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാവും. മാത്രമല്ല ഇന്നാണ് ആ കല്യാണം. അതറിഞ്ഞതും കൊണ്ടേട്ടൻ ആ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയും, ഇറക്കി വിടറ എന്റെ മൃണുവിനെ. പിന്നെ അവിടെ വമ്പൻ അടി നടക്കുകയാണ്. പ്രസിഡന്റ് അടുത്ത 5-6 പഞ്ചായത്തിൽ നിന്നും ആൾക്കാരെ ഇറക്കും. പക്ഷെ അതൊന്നും കൊണ്ടയ്ക്ക് ഒന്നുമല്ലായിരുന്നു. കാരണം കൊണ്ടയ്ക്ക് പവർ കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അവസാനം കുറെ അടിയും കുറെ ഉപദേശത്തിനും ശേഷം കൊണ്ടേട്ടൻ മൃണുവിനെ കൊണ്ടുപോകും. കല്യാണം കഴിക്കും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, 5 അർജുനൻ, ബലറാം വേഴ്സസ് താരദാസ്, ലൈ ലവ് ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ബ്രേക്ക് കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.